ഐതിഹ്യപ്പെരുമയുടെ പഴമൊഴിശീലുകൾ ആനന്ദവും ഐശ്വര്യവും പൊഴിക്കുന്ന ആത്മസംഗീതം. ഇത് മുഖത്തല ശ്രീ ചെമ്പകശ്ശേരി മഠത്തിലഴികത്ത് ഭഗവതി ക്ഷേത്രം. നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്തമരും കിരാതമൂർത്തിയായും ആശ്രിത വത്സലയായി വിളങ്ങും അമ്മ ഭഗവതിയെയും ഒന്നുപോലെ ആരാധിച്ചു പോരുന്ന തിരുസന്നിധാനമാണിത്. അപൂർവങ്ങളിൽ അപൂർവമാകുന്ന കിരാതമൂർത്തി ഭാവത്തിൽ മഹാദേവ ചൈതന്യം തുടിതുടിച്ചു നിൽക്കുന്ന ഈ മണ്ണിലേക്കെത്തി മനസ്സു തുറന്നു പ്രാർത്ഥിച്ചാൽ തീരാത്ത ദുരിത ദുഃഖങ്ങൾ ഇല്ലേയില്ല. ഒരു മനസ്സോടെ ഒരു കൂട്ടം ജനത തങ്ങളുടെ വിശ്വാസ പാരമ്പര്യത്തിന്റെ വിശുദ്ധതയിൽ ഒരുമയോടെ കഴിയുന്ന ഈ മണ്ണിൽ ഇതാ മഹോത്സവമാവുകയായി. ഏപ്രിൽ മാസം 8 മുതൽ 14 വരെ, മീനമാസം 25 മുതൽ 31 വരെ ശ്രീ ചെമ്പകശ്ശേരി മഠത്തിലഴികത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പുണ്യം പൂവിതറുന്ന തിരുവുത്സവം. എല്ലാ മലയാള മാസവും പൂയം നക്ഷത്രത്തിൽ സഹസ്രനാമ പൂജ നടക്കുന്ന മണ്ണിലേക്കിതാ മഹോത്സവത്തിന്റെ മാറ്റൊലി കൂട്ടുവാനായി അവൻ വരികയാണ്. സകല ചരാചരങ്ങളെയും പ്രണമിച്ചു നിൽക്കുന്ന ശ്രീ ചെമ്പകശ്ശേരി മഠത്തിലഴികത്ത് ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് മാലോക മലയാളികൾ ഒരു നോക്ക് കാണുവാൻ കാത്തിരിക്കുന്ന കരിവീര തമ്പുരാൻ വരികയാണ് എങ്കിൽ ആരായിരിക്കും ആ വരുന്നത്? മറ്റാരുമല്ലവൻ മാതംഗകുലമടക്കി വാഴുവാൻ മലനിരകളെയും കുളിരരുവികളെയും സാക്ഷി നിർത്തിക്കൊണ്ട് വീരപ്പിറവിയെടുത്തവൻ. കാട്ടാന പർവ്വത്തിന്റെ നെടുനായകനാകുവാൻ കോടനാടിന്റെ കൊടും കാട്ടിലെവിടെയോ പിറവിയെടുത്ത വീരപുത്രൻ. ആരും കൊതിക്കുന്ന അനന്യ സൗന്ദര്യത്തിന്റെ പൊന്നിൻ ചാരുതയാൽ ആന കേരളം അടക്കി വാഴുന്ന രാജാതിരാജൻ. അഴകിന്റെ ചന്തവും മാണിന്റെ ചങ്കൂറ്റവും ആയുധമാക്കിയവൻ. നിലവിന്റെ നിലവിനെയെല്ലാം വെറും നിഴൽ കൊണ്ടുപോലും നിഷ്പ്രഭമാക്കിയവൻ. സാക്ഷാൽ ഭൂലോക ഉത്തുംഗ ശൃംഖനാഥൻ, ഗജകുലമാർത്താണ്ഡൻ, സൂര്യ തേജസ്, ഗജരാജ ലക്ഷണ പെരുമാൾ, പാമ്പാടി രാജൻ. കാത്തിരുന്ന മണ്ണിനെ കോരിത്തരിപ്പിക്കാനായി ചെമ്പകശ്ശേരി മഠത്തിലഴികത്ത് ഭഗവതിയുടെയും കിരാതമൂർത്തിയുടെയും തിരുമണ്ണിലേക്ക് കടന്നുവരും. ആന കേരളത്തിന്റെ രാജാതിരാജൻ കടന്നു വരുമ്പോൾ ആ സുന്ദര നിമിഷങ്ങളിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം, സ്വാഗതം, അനന്തകോടി സ്വാഗതം.